Hello everyone, welcome to my channel Incredible English. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ വൊക്കാബുലറി സെഷൻ ആയിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ അഗെയിൻ ഗ്രാമർ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്രാമറിൽ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇത് രണ്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ റൂൾ, എവിടെയൊക്കെയാണ് അത് യൂസ് ചെയ്യേണ്ടത്, അതിന്റെ കുറച്ച് എക്സാമ്പിൾസ്, then what is the difference between present perfect and simple past. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അതിന്റെ റൂൾ എന്താണ്? has or have plus V3. V3 എന്ന് പറയുന്നത് തേർഡ് ഫോം ഓഫ് ദ വെർബ് ആണ്. അതിനെ നമ്മൾ ഓൾസോ കോൾഡ് ആസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. V3 ഫോം തേർഡ് ഫോം ഓഫ് ദ വെർബ് ആണ്. has or have. has എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? when the subject is singular. സബ്ജക്ട് സിംഗുലർ ആവുമ്പോൾ ഹാസും, സബ്ജക്ട് പ്ലൂറൽ ആവുമ്പോൾ ഹാവും യൂസ് ചെയ്യും. നോട്ട് ഓൺലി ഫോർ ദ പ്ലൂറൽ സബ്ജക്ട്സ്. ഹാവിനെ നമ്മൾ എന്തിന്റെയും കൂടെ യൂസ് ചെയ്യും? when the subject is I. സബ്ജക്ട് I ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ബേസിക് റൂൾ. എപ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. See the example I have provided here. I have broken the table. I have broken the table. What do you mean by this sentence? I have broken the table. ഞാൻ ടേബിൾ പൊട്ടിച്ചു. പൊട്ടിച്ചു കഴിഞ്ഞു അല്ലേ? പൊട്ടിച്ചു കഴിഞ്ഞു. ഇപ്പോഴും അത് പൊട്ടി തന്നെയാണ് ഇരിക്കുന്നത്. എപ്പോൾ പൊട്ടിച്ചു എന്ന് നമ്മൾ അവിടെ പറയുന്നില്ല. ടേബിൾ പൊട്ടിച്ചു, ഇപ്പോഴും അത് പൊട്ടിയാണ് ഇരിക്കുന്നത്. സോ ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു എ ഫിനിഷ്ഡ് ആക്ഷൻ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഓൾവേസ് റെഫേഴ്സ് ടു എ ഫിനിഷ്ഡ് ആക്ഷൻ. ഓർ വി ക്യാൻ സേ ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ. ജസ്റ്റ് കംപ്ലീറ്റഡ്, അതാണ് അവിടുത്തെ പോയിന്റ് വരുന്നത്. ജസ്റ്റ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആക്ഷന്റെ കൂടെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓൾസോ it is connected to the present. അതുകൊണ്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. it is connected to the present. എങ്ങനെ? I have broken the table എന്ന് പറഞ്ഞാൽ ടേബിൾ ഞാൻ പൊട്ടിച്ചു. ഇറ്റ്സ് ജസ്റ്റ് കംപ്ലീറ്റഡ്. എപ്പോ സംഭവിച്ചു നമുക്കറിയില്ല, പക്ഷെ ടേബിൾ ഇപ്പോഴും പൊട്ടിയാണ് കിടക്കുന്നത്, അത് ശരിയാക്കിയിട്ടില്ല. അപ്പൊ അതിന്റെ റിസൾട്ട്, ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പ്രത്യേകത അതാണ്. കംപ്ലീറ്റഡ് ആക്ഷൻ ആയിരിക്കാം, പക്ഷേ അതിന്റെ റിസൾട്ട് നമ്മൾ പ്രസന്റിൽ ഫീൽ ചെയ്യുന്നു. റിസൾട്ട് നമ്മൾ ഇപ്പോൾ അറിയുന്നു. അപ്പോഴാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് റെഫേഴ്സ് ടു ഫിനിഷ്ഡ് ആക്ഷൻ ബട്ട് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ പ്രസന്റ്. ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് റെഫേഴ്സ് ടു ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ ബട്ട് ഇറ്റ്സ് റിസൾട്ട് ഈസ് here. Result is there in the present. ഇപ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോർമാറ്റ് എന്ന് കണ്ടു. ജനറലി അതിനെ എവിടെയാണ് യൂസ് ചെയ്യുന്നതും നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് certain situations where we are supposed to use present perfect tense. ഇതുകൊണ്ടുള്ള യൂസ് എന്താണെന്ന് വെച്ചാൽ, എത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഈ പെർട്ടിക്കുലർ സെന്റൻസിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യണോ അതോ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണോ? ബിക്കോസ് ബോത്ത് ആർ റെഫറിംഗ് ടു എന്താണ് കംപ്ലീറ്റഡ് ആക്ഷൻസ് ആണ്. ഡെഫിനറ്റ്ലി അതിന്റെ മേജർ ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എങ്കിൽ പോലും ഇത്തരം സിറ്റുവേഷൻസിൽ തീർച്ചയായിട്ടും നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അത് ഏതൊക്കെയാണ് സിറ്റുവേഷൻസ് എന്ന് വൺ ബൈ വൺ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ, ആദ്യം വരുന്നത് an action happened at an unspecified time. See, ഇതാണ് അവിടുത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്. അൺസ്പെസിഫൈഡ് ടൈം ആൻഡ് ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, occurred.
കംപ്ലീറ്റഡ്. ആ ആക്ഷൻ ഫിനിഷ്ഡ് ആയി, തീർന്നു. പക്ഷെ അത് എപ്പോൾ സംഭവിച്ചു എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വന്നു. എന്താണ്, സിമ്പിൾ പാസ്റ്റ് വേണോ അതോ പ്രസന്റ് പെർഫെക്റ്റ് വേണോ? See the sentence given here. I have traveled in Europe a lot. അതിന്റെ സെന്റൻസിന്റെ മീനിങ് എന്താണ്? ഞാൻ യൂറോപ്പിൽ ഒത്തിരി തവണ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ the result is here. അത് തീർന്നിട്ടില്ല, അതിന്റെ റിസൾട്ട് ഇപ്പോൾ നമുക്കുണ്ട്. എന്താണ് റിസൾട്ട്? സോ I know Europe very well. യൂറോപ്പിന്റെ നുക്ക് ആൻഡ് കോർണർ എനിക്ക് നന്നായിട്ട് അറിയാം. സോ ഐ ക്യാൻ ഹെൽപ്പ് യു. ഇപ്പൊ ഒരാൾക്ക് നമ്മൾ ഒരു ട്രാവൽ അസിസ്റ്റൻസ് കൊടുക്കുകയാണ്, ആ ആള് യൂറോപ്പിന് പോവാണ്, അപ്പൊ എവിടെ സ്റ്റേ ചെയ്യണം, ഏതൊക്കെ പ്ലേസസ് കാണണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. സിംപ്ലി നമ്മൾ പറയാണ് ഞാൻ യൂറോപ്പിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയാനാണെങ്കിൽ നമുക്ക് അവിടെ പ്രസന്റ് പെർഫെക്റ്റിന്റെ ആവശ്യം ഇല്ല. ഐ ട്രാവൽ ടു യൂറോപ്പ് ലാസ്റ്റ് ഇയർ. ഞാൻ ലാസ്റ്റ് ഇയർ യൂറോപ്പിൽ പോയിരുന്നു. ഓക്കെ, അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ റിസൾട്ട് ഇപ്പോൾ ഉണ്ട്, ആൻഡ് ടൈം നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. Now the second point, express change over time. See, over time, change over time. So നമ്മൾ പറയാണ് അതൊരു സ്റ്റാർട്ടപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ അതൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയിരുന്നു. ബട്ട് ഇൻ ദ റീസെന്റ് ഇയേഴ്സ്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് അതൊരു വലിയ ഒരു ഫേം ആയിട്ട് ഡെവലപ്പ് ആയി. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്? ഒരു ചേഞ്ച് ആണ്. അവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ടതും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നോക്കിക്കേ, it has changed into a big industry in the last few years. See, in the last few years, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് അതൊരു വലിയ ഇൻഡസ്ട്രി ആയിട്ട് മാറി. Has changed. അവിടെ നമുക്ക് it changed into എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റഡ്, കഴിഞ്ഞു. പക്ഷെ അതിന്റെ റിസൾട്ട് ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും അതൊരു വലിയ ഇൻഡസ്ട്രി ആണ്. അപ്പൊ അങ്ങനെ പറയേണ്ടപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എപ്പോഴും എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, കംപ്ലീഷൻ, അച്ചീവ്മെന്റ്, എക്സ്പീരിയൻസ്. ഇത് മൂന്നും എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. നോക്കൂ, ഹാവ് യു കംപ്ലീറ്റഡ് ദ വർക്ക്? നമ്മളോട് ഒരാൾ ചോദിക്കാണ്, വർക്ക് കംപ്ലീറ്റ് ചെയ്തോ? സോ ഞാൻ ആൻസർ ചെയ്യുന്നു, യെസ് ഐ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്, ഓർ ഐ കംപ്ലീറ്റഡ് ദ വർക്ക്. ഐ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. എന്താ അർത്ഥം? ജസ്റ്റ് നൗ കംപ്ലീറ്റഡ്. ഒരു കംപ്ലീഷൻ ആണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ കംപ്ലീഷൻ എന്നുള്ള ആ ഒരു ആക്ടിവിറ്റി, വർക്ക് കംപ്ലീറ്റ് ആയി എന്നുള്ളതിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. അവിടെ നമ്മൾ ടൈം സ്പെസിഫൈ ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്, ഐ ഹാവ് ലേൺഡ് ഫ്രഞ്ച്. ദാറ്റ് ഇസ് ആൻ എക്സ്പീരിയൻസ് അല്ലെ, അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് നമുക്ക് പറയാം. ഐ ഹാവ് ലേൺഡ് ഫ്രഞ്ച്, അതിന്റെ റിസൾട്ട് ഇപ്പോഴും ഉണ്ട്. എന്താണ്? ഫ്രഞ്ച് എനിക്ക് ഇപ്പോഴും അറിയാം, ഫ്രഞ്ച് എനിക്ക് നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, science and technology have advanced in leaps and bounds. Okay, advancement again. കണ്ടോ, പെട്ടെന്നാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഉണ്ടായ ആ ഒരു അച്ചീവ്മെന്റ്, അവിടെ ഉണ്ടായ, നമുക്കറിയാം ഡേ ബൈ ഡേ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് സയൻസ് ആൻഡ് ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നത്. ആ ഒരു വളർച്ചയെ, ആ ഒരു ഗ്രോത്തിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അല്ലാതെ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി അഡ്വാൻസ്ഡ് ഇൻ ലീപ്സ് ആൻഡ് ബൗണ്ട്സ് എന്ന് പറയില്ല. കാരണം എന്താ? ഇറ്റ്സ് സ്റ്റിൽ there. അതിന്റെ റിസൾട്ട്സ് ഇപ്പോഴും നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കംപ്ലീഷൻ എക്സ്പ്രസ് ചെയ്യാൻ, അച്ചീവ്മെന്റ് എക്സ്പ്രസ് ചെയ്യാൻ, എക്സ്പീരിയൻസിനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, ബിക്കോസ് ഇതിന്റെ എല്ലാം റിസൾട്ട്സ് still we are experienced. So the result is there in the present. Now see some other sentences. I have composed 6 mails since noon. I have composed. Second sentence, I have known her for years. Have known. ആണല്ലോ, have plus V3. Have plus V3. Present perfect tense തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. So the meaning of the first sentence, I have composed 6 mails since noon. അതിന്റെ അർത്ഥം എന്താണ്? noon തൊട്ട്, noonന് ശേഷം, അപ്പോൾ തൊട്ട് ഞാൻ 6 mails ഇതുവരെയായിട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞു. എന്ന് വെച്ചാൽ തീർന്നിട്ടില്ല, ഇനിയും ചെയ്യാം, ദിവസം കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഡേ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. I have known her for years. എനിക്ക് അവളെ കുറച്ച് വർഷങ്ങളായിട്ട് അറിയാം, നേരത്തെ അറിയാം, ഇപ്പോഴും അറിയാം. അപ്പൊ ഈ രണ്ട് സെന്റൻസസ് നോക്കിക്കേ, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. എന്താണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്? റെപ്പറ്റീഷൻ. In the first sentence it is repetition. Repetition up to several times. അല്ലെ, ഇപ്പോൾ വരെ, അല്ലെങ്കിൽ repetition up to now and for more than one time. അല്ലെ, repetition എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ്ലി, നോട്ട് കണ്ടിന്യൂസ്ലി പിന്നെയും പിന്നെയും ചെയ്യുന്നു ഒരേ ആക്ടിവിറ്റി തന്നെ.
അത് ഇപ്പോൾ വരെ സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്താണ് സിറ്റുവേഷൻ? repetition up to now, ഇപ്പോൾ വരെ. ഇനി മറ്റെന്താണ്? കണ്ടിന്യൂവേഷൻ. ഇവിടെ വരുന്ന എന്താണ്? കണ്ടിന്യൂവേഷൻ. again കണ്ടിന്യൂവേഷൻ up to now. നമുക്കറിയാം, അവളെ എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് അറിയാം, ഇപ്പോഴും അറിയാം. അത് കഴിഞ്ഞോ? ഇല്ല. അപ്പൊ നമ്മൾ I knew her for years എന്ന് പറഞ്ഞാൽ തെറ്റാണ്, സെന്റൻസ് റോങ് ആണ്. എനിക്കറിയാമായിരുന്നു, ഇപ്പോഴും അറിയാം, അല്ലെ? അപ്പൊ നമ്മൾ I have known എന്ന് യൂസ് ചെയ്യാവൂ. ഇതാണ് അടുത്ത രണ്ട് സിറ്റുവേഷൻ. എന്താണ്? റെപ്പറ്റീഷൻ എക്സ്പ്രസ് ചെയ്യാനും കണ്ടിന്യൂവേഷൻ എക്സ്പ്രസ് ചെയ്യാനും നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ യൂസ് ചെയ്യാം. ഇനി ഓർത്തിരിക്കേണ്ട വേറൊരു പോയിന്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അൺസ്പെസിഫൈഡ് ടൈമിന്റെ കൂടെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു. അതായത് നമുക്ക് ടൈം സ്പെസിഫിക് ആയിട്ട് അറിയില്ല. അറ്റ് സം ടൈം, ഏതോ ഒരു ടൈം, അല്ലെങ്കിൽ അറ്റ് എനി ടൈം അപ് ടു നൗ, ഇങ്ങനെയുള്ള മീനിങ്സ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ടൈം അറിയില്ല. അങ്ങനെയുള്ള സെന്റൻസസിൽ അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ കൂടുതലും കാണാറുള്ള വേർഡ്സ് ആണ്. ഇതിന് ടൈം വേർഡ്സ് എന്ന് നമുക്ക് ഇതിനെ പറയാം. ഏതൊക്കെയാണ്? റീസെന്റ്ലി, യെറ്റ്, എവർ, ഓൾറെഡി, ബിഫോർ ആൻഡ് ലേറ്റ്ലി. ഓക്കെ, എന്താണ്? ഐ ഹാവ് ഓൾറെഡി കംപ്ലീറ്റഡ് ഇറ്റ്. ഹാവ് യു എവർ സീൻ എ ടൈഗർ? കണ്ടോ, എവർ വന്നു അല്ലെങ്കിൽ ഓൾറെഡി വന്നു. ഓക്കെ, ഹാവ് യു നോട്ട് യെറ്റ് കംപ്ലീറ്റഡ് ദ വർക്ക്? നമുക്ക് ചോദിക്കാം. യെറ്റ് യൂസ് ചെയ്തു. അപ്പൊ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ കോമൺലി യൂസ് ചെയ്യാറുള്ള കുറച്ച് ടൈം വേർഡ്സ് ആണ് ഇതൊക്കെ. ഒന്നുകൂടെ, റീസെന്റ്ലി, യെറ്റ്, എവർ, ഓൾറെഡി, ബിഫോർ ആൻഡ് ലേറ്റ്ലി. കാരണം ഇതൊന്നും ഒരു സ്പെസിഫിക് ടൈം അല്ല മെൻഷൻ ചെയ്യുന്നത്, എനി ടൈം അല്ലെങ്കിൽ അറ്റ് സം ടൈം എന്നുള്ള മീനിങ് ആണ്. സോ ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷൻസ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ് പ്രസന്റ് പെർഫെക്റ്റും സിമ്പിൾ പാസ്റ്റ് ടെൻസും തമ്മിലുള്ള ഡിഫറൻസ്. അതൊന്നുകൂടെ ഒന്ന് പറയാം. ഓക്കെ, എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ തിങ്കിങ് അബൌട്ട് ദ പാസ്റ്റ് ആൻഡ് ദ പ്രസന്റ് അറ്റ് ദ സെയിം ടൈം, ഒരേ സമയം പ്രസന്റും പാസ്റ്റും കണക്റ്റഡ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ പാസ്റ്റിലേക്കും കണക്ഷൻ ഉണ്ട്, ബിക്കോസ് ജസ്റ്റ് കംപ്ലീറ്റഡ് ആവാം, കംപ്ലീറ്റഡ് ആക്ഷൻ ആണ്, അതിന്റെ റിസൾട്ട് പ്രസന്റിലുണ്ട്. സോ ദിസ് ഈസ് തിങ്കിങ് അബൌട്ട് ദ പാസ്റ്റ് ആൻഡ് പ്രസന്റ് അറ്റ് ദ സെയിം ടൈം. ബട്ട് ഇൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആക്ഷൻ കംപ്ലീറ്റഡ് ആണ്, ഇറ്റ്സ് ഫിനിഷ്ഡ്, ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ പ്രസന്റ്. രണ്ട് എക്സാമ്പിൾസിലൂടെ നമുക്കത് മനസ്സിലാക്കാം. വി ഹാവ് സ്റ്റഡീഡ് ഇനഫ് ടു പാസ് ദി എക്സാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. വി സ്റ്റഡീഡ് ഇനഫ് ടു പാസ് ദി എക്സാം യൂസ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസും ആണ്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വി ഹാവ് സ്റ്റഡീഡ് ഇനഫ് ടു പാസ് ദി എക്സാം എന്ന് പറഞ്ഞാൽ എക്സാം പാസ് ആവാൻ നന്നായി ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നന്നായി പഠിച്ചിട്ടുണ്ട്. മീൻസ് ദ എക്സാം ഈസ് നോട്ട് യെറ്റ് ഓവർ, ഇറ്റ്സ് സ്റ്റിൽ ടു കം. വരുന്നതേ ഉള്ളൂ, എക്സാം കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഇൻ ദ സെക്കൻഡ് സെന്റൻസ് വി സ്റ്റഡീഡ് ഇനഫ് ടു പാസ് ദി എക്സാം. യെസ്, എക്സാം എല്ലാം കഴിഞ്ഞു, നന്നായി പഠിച്ചാണ് എഴുതിയത്, സോ പാസ്സാകും എന്നുള്ളതാണ്. നന്നായി പഠിച്ചാണ് പരീക്ഷ എഴുതിയത്, കഴിഞ്ഞു. ഇവിടെ എക്സാം കംപ്ലീറ്റ് ആയി, ഇത് എക്സാം നടക്കാൻ പോകുന്നതേ ഉള്ളൂ, അതിന് ഞങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഏതൊക്കെ തമ്മിൽ? സിമ്പിൾ പാസ്റ്റ് ടെൻസും പ്രസന്റ് പെർഫെക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇന്ന് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോർമാറ്റ് നോക്കി, അതിനെ ബേസിക്കലി എവിടെയാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ ആൻഡ് ദ റിസൾട്ട് ഈസ് ദെയർ ഇൻ ദ പ്രസന്റ്, അതാണ് അതിന്റെ മേജർ പോയിന്റ്. പിന്നെ അത് യൂസ് ചെയ്യാവുന്ന സർട്ടൻ സിറ്റുവേഷൻസ്, ഏതൊക്കെ വേർഡ്സ്, ടൈം വേർഡ്സ് അതിന്റെ കൂടെ വരും, പിന്നെ എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും തമ്മിലുള്ള ഡിഫറൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഹോപ്പ് ദിസ് ഈസ് യൂസ്ഫുൾ ടു യു. See you soon. Thank you.